ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ജൂൺ സൈക്കിളാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ജൂൺ പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഡിസംബർ പരീക്ഷയെ പറ്റി പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ റീസൺ? അപ്പോൾ ഒരു കോഴ്സിനായിട്ട് നിങ്ങൾ വിളിക്കുന്ന സമയത്തും ഡിസംബർ സൈക്കിളിലേക്ക് നമ്മൾ എന്തുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരു പരീക്ഷയെ സെലക്ട് ചെയ്ത് ആ പരീക്ഷക്കായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇനി അടുത്ത വരുന്ന പരീക്ഷയെ പറ്റി എന്തിന് ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണ്, അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആകുമ്പോൾ നേരത്തെ തന്നെ, അതായത് ഇപ്പൊ ജൂണിലെ പരീക്ഷയാണ് മുമ്പിലുള്ളത്, ഇപ്പോഴേ നമ്മൾ ഡിസംബർ വരെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാകുക, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യമേ പറയാം, അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷനെ കാണുകയും പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ഇപ്പൊ ഈ ഒരു പരീക്ഷയെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഴ്സ് ഫീ ആണ്. കോഴ്സ് ഫീയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതത്വമുണ്ട്. കാരണം 100-ൽ 6 പേർക്കാണ് നെറ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ 1% ആണ് JRF, ഏകദേശം 15% PhD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു അനിശ്ചിതത്വം ഉണ്ടാവും. ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ആകുലതകൾ ഉണ്ടാവും. കോഴ്സ് ഫീ എന്ന് പറയുന്നത് ജൂണിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡിസംബറിലേക്ക് നോക്കണം, തികച്ചും ശരിയായ കാര്യമാണ്. എന്നാൽ നമ്മൾ നേരത്തെ ആ ഒരു രീതിയിൽ പ്രിപ്പയർഡ് ആവേണ്ട കാര്യമില്ല. നമ്മളൊക്കെ കോഴ്സ് നൽകുന്നത് നിങ്ങളൊരു 70% പഠിച്ചിട്ടും നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ല എങ്കിൽ കോഴ്സ് ഓട്ടോമാറ്റിക്കലി റിന്യൂ ആവും. നേരത്തെ തന്നെ അങ്ങനെയാണ് നമ്മളിവിടെ പഠിക്കുന്നതും പഠിച്ച് നെറ്റ് കിട്ടിയതുമായിട്ടുള്ള സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം 70% നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ല, 70% പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ഉറപ്പാണ്. എനിവേ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റിന്യൂ ആവും. ഇനി നെറ്റ് കിട്ടി നിങ്ങൾ JRFലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും അപ്പോഴും കോഴ്സ് ഓട്ടോമാറ്റിക്കലി റിന്യൂ ആവും. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടേതായ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ല എങ്കിൽ, അതായത് 70% പഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിന് വളരെ ചെറിയൊരു തുക, ഒരു 1000 രൂപയിൽ താഴെ മാത്രം വരുന്ന ഒരു റിന്യൂവൽ ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് റിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോഴും നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് കോഴ്സ് ഫീ വരുന്നത്. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡിസംബറിലേക്കുള്ള പരീക്ഷയിലേക്ക് വളരെ അഫോർഡബിൾ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ആദ്യമേ ഇത് പറഞ്ഞത്, കോഴ്സിന്റെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ജൂൺ പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ നേടിയിരിക്കണം. അടുത്തതിലേക്ക് എന്നുള്ളത് അടുത്തൊരു ഓപ്ഷനാണ്, അടുത്ത പരീക്ഷ എന്നുള്ളത് അടുത്തൊരു ഓപ്ഷനാണ്. ഇനി നിങ്ങൾ നേരത്തെ തന്നെ ഡിസംബർ വരെയുള്ള ഒരു കോഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ജൂൺ പരീക്ഷ നിങ്ങൾ എന്തായാലും ഉഴപ്പും, 100% നിങ്ങൾ ഉഴപ്പും. അപ്പോൾ ജൂൺ വരെയുള്ള ഒരു കോഴ്സ് എടുത്തതിന് ശേഷം ഇതുപോലെ റിന്യൂവൽ ഓപ്ഷൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇനി ഒരു 70% പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ JRFലേക്ക് കോഴ്സ് ഫീ ആണ്. ഇനി 70% പഠിച്ച് ഇനി നിങ്ങൾക്ക് നെറ്റ് കിട്ടിയില്ല, ഏതെങ്കിലും രീതിയിൽ ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നതാണ്, അത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല എങ്കിൽ അതും ഓട്ടോമാറ്റിക്കലി റിന്യൂ ആവും. ഇത്രയും നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ജൂൺ സ്കിപ്പ് ചെയ്ത് ഡിസംബർ എന്ന് ചിന്തിക്കുന്നു? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കാണിക്കലാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് പേര് ഈ ഒരു രീതിയിൽ ചോദിക്കുന്നത് കൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ജൂൺ കഴിഞ്ഞ ഡിസംബർ, അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട. ജൂണിൽ കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത പരീക്ഷയെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ എന്നുള്ളത് ആദ്യമേ പറയാം. നമ്മൾ എല്ലാവരോടും അത് പറയുന്നുണ്ട്. എന്നാൽ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു ഡൗട്ട് ഉള്ളപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് അതിന്റെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റുഡന്റിന്റെയും ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട്, അവർ PYQ പ്രാക്ടീസ് ചെയ്യുന്നതും ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ദിവസേനയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്, അതായത് ജനറൽ പേപ്പറിൽ 20 ചോദ്യം ദിവസേന ഉണ്ടാവും, മെയിൻ പേപ്പറിൽ 20 ചോദ്യം ഉണ്ടാവും. അതിന് പുറമെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഏത് രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്ര % പഠിച്ചു, 70% പഠിച്ചോ 50% പഠിച്ചോ എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ
ജൂൺ ആൻഡ് ഡിസംബർ ടെക്നിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് പരീക്ഷകളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഈ കുറഞ്ഞ കാലയളവിലായിട്ട് 3 പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ക്യാൻസൽ ചെയ്ത പരീക്ഷ, 2 റീ എക്സാം, മൂന്നാമത്തേത് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ. ഓക്കെ അല്ലെ? ഈ 3 പരീക്ഷകൾ എഴുതി, അതായത് 2024 ജൂണും 2024 ഡിസംബറും നമ്മൾ എഴുതി കഴിഞ്ഞു പരീക്ഷ. 2024 ജൂണിൽ ഭാഗ്യവശാൽ നമുക്ക് 2 പരീക്ഷ എഴുതാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പരീക്ഷയിൽ നിന്ന്, ഈ ജൂണിലെ പരീക്ഷയല്ല നമ്മൾ റീ എക്സാമിൽ കണ്ടത്. ഇപ്പോ OMR എന്നുള്ളത് CBTയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും പരീക്ഷയിലും വ്യക്തമായ വ്യത്യാസങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേ പരീക്ഷയാണോ 2024 ഡിസംബറിൽ നടന്നത്, ജനുവരിയിൽ കഴിഞ്ഞ പരീക്ഷ? അല്ല. അവിടെയും ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ നമ്മളൊരു പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലെ ചോദ്യങ്ങൾ, അതിന്റെ തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മനസ്സിലാക്കി എത്രത്തോളം ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ളത് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ അത് ഡിസംബറിലേക്ക് വരുന്ന സമയത്ത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ ആ ഡിസംബർ പരീക്ഷക്കായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന ചേഞ്ചിനെ നമുക്ക് മറികടക്കണമെങ്കിൽ അതേ രീതിയിലുള്ള പഠനം നമ്മൾ തുടരേണ്ടതായിട്ട് വരും. സോ ഏതാണോ നിങ്ങൾക്ക് അവസരം, ഏറ്റവും അടുത്ത് ലഭിക്കുന്ന അവസരം ഏതാണോ ആ അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ 2019 കാലഘട്ടങ്ങളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ ടഫായിട്ടാണ് കണ്ടിരുന്നത്. അതിനോടൊക്കെ നമ്മൾ പരിചയപ്പെട്ട് വന്നു. ഓക്കെ, ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിൽ വരുന്ന സമയത്താണ് അത് ഒരുപാട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ അതിൽ പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വന്ന സമയത്താണ് പിന്നീട് മാച്ച് ദ ഫോളോയിങ്ങും ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി, അങ്ങനെ ഒരു വലിയൊരു ചേഞ്ചിലേക്ക് NDA പരീക്ഷയെ കൊണ്ടുവന്നത്. സോ ഇത്തരത്തിൽ ഓരോ പരീക്ഷയും വേറിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ട് ആ പരീക്ഷയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് നെറ്റ് നേടുക, JRF നേടുക എന്നത് ലക്ഷ്യമാക്കി കൊണ്ടുപോകണം നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന വലിയ വലിയ ചേഞ്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള പഠനം ആ ഒരു രീതിയിലായിരിക്കണം. നമ്മളൊരു യൂണിറ്റ് പഠിക്കുന്ന സമയത്ത് അതിൽ എത്രത്തോളം ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതിൽ എത്രത്തോളം മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇത്തരത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് വേണം പഠിക്കാൻ. കാരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ 2 ടൈപ്പ് ചോദ്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനില്ല. നമ്മുടെ കൈവശം NDAയുടെ ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, എന്നാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസും ഒരുപക്ഷെ മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങളും നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പരീക്ഷയും യുണീക്ക് ആണ്. ആ ഒരു പരീക്ഷയ്ക്ക് ഇപ്പൊ ജൂണിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജൂണാണ് നിങ്ങളുടെ പരീക്ഷ. ഡിസംബറിനെ പറ്റി അവിടെ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സമയമാണ്. സമയം വളരെ വിലപ്പെട്ടതാണ്. നമുക്കും പരീക്ഷയ്ക്കും ഒക്കെ സമയം വിലപ്പെട്ടതാണ്. എത്രയും വേഗം നിങ്ങൾ ക്രാക്ക് ചെയ്യുക, അതിന് ഡിലേ വരുത്തേണ്ട യാതൊരുവിധ കാര്യമല്ല. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന 6% പേരെന്നൊക്കെ പറഞ്ഞാൽ അതിലേക്ക് എത്തുക എന്നുള്ളത് വളരെ കുറഞ്ഞ മാർക്കാണ്. 300-ൽ നമുക്കൊരു 168 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 80% സബ്ജക്റ്റുകൾക്കും ഈ ഒരു രീതിയിലൊക്കെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ലഭിക്കുന്നതാണ്. അപ്പോ അതിലേക്ക് പോലും നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ്, നെറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. വളരെ റെയർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക്, ഇപ്പൊ അറബി, അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ്, അതുപോലെ തന്നെ അതായത് സ്റ്റുഡൻസ് കുറഞ്ഞിട്ടുള്ള വളരെ ചെറിയ സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, കൂടുതൽ മാർക്ക് നേടേണ്ടതുള്ളൂ. കൊമേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ജനറൽ കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇനി അത് കൂടുതലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റിന്റെ കാര്യം. നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത് ഏത് രീതിയിലാണ്, എത്രത്തോളം ചോദ്യങ്ങളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ ചോദ്യങ്ങളെ നമുക്ക് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിലബസ്. സിലബസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
സിലബസ് ഏത് നിമിഷവും മാറാം. ജൂണിലേക്ക് ഇനി സാധ്യത വളരെ വളരെ കുറവാണ്. എന്നിരുന്നാലും നമുക്ക് ആ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം അത് ആൻസർ കീ വന്നതിന് ശേഷം നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനുണ്ട്. നമുക്ക് ഈ NEP യുടെ ഭാഗമായിട്ട് UGC കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. ഓരോ മേഖലയിലേക്കും അത് വ്യാപിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് അത് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും ഇതൊക്കെ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ സിലബസ് മാറുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള പ്രോസസ്സായി നിങ്ങൾ കാണേണ്ടതില്ല. നമ്മൾ ഒരു പരീക്ഷയിൽ നിന്നും മറ്റൊരു പരീക്ഷയിലേക്ക് നിലവിലുള്ള സിലബസ് വെച്ച് പഠിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന സമയത്ത് സിലബസിൽ ഒരു മാറ്റം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പുനർചിന്ത, അതായത് ഒരു പരീക്ഷക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അടുത്ത പരീക്ഷ എന്നുള്ള ചിന്ത പോലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു PSC പരീക്ഷകളാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അടുത്ത പരീക്ഷയിലേക്ക് പിടിക്കാമെന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാറുണ്ടോ? ആ ഒരു രീതിയിലേക്ക്, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ ഈ ഒരു പരീക്ഷയെ കാണണം എന്നുള്ളതാണ്. അതായത് ഓരോ പരീക്ഷയും വ്യത്യസ്തമായ രീതിയിൽ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം എല്ലാവരും പറഞ്ഞു മലയാളം ഭയങ്കര ഈസി ആയിരിക്കും എന്നുള്ളത്. മലയാളത്തിന്റെ ചോദ്യത്തിലും ഇതേപോലെ കൊണ്ടുവന്നു. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏകദേശം 90% ചോദ്യങ്ങളും നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. മലയാളത്തിന്റെ ചോദ്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം, ഏത് രീതിയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ. കാരണം വലിയ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് മലയാളത്തിലാണ്. മറ്റുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ തന്നെ നേരത്തെ ഈ ഒരു ചേഞ്ച് നമുക്ക് പ്രകടമായതാണ്. പക്ഷെ മലയാളത്തിൽ ഇത്തവണ പൂർണ്ണമായിട്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഡിഫിക്കൽട്ടി ലെവലാണ്. നമുക്ക് ഓരോ തവണയും ഓരോ ടോപ്പിക്കുകളും NDA ഒഴിവാക്കുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പല ടോപ്പിക്കുകളും കഴിഞ്ഞ തവണ എക്കണോമിക്സിൽ, മാത്തമെറ്റിക്കൽ എക്കണോമിക്സിന്റെ ഒക്കെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഇതേ രീതിയിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്, അതിന്റെ ഒരു അതിപ്രസരം ഉണ്ടായില്ല ഇത്തവണ. അപ്പോ അങ്ങനെ ചില യൂണിറ്റുകളെ പാടെ ഒഴിവാക്കിക്കൊണ്ട് ആ യൂണിറ്റുകളുടെ ചോദ്യങ്ങളെയൊക്കെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ NDA കുറച്ചു കാലമായിട്ട് പിന്തുടരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ അവിടെ ചോദ്യങ്ങളിൽ കാണണമെന്നില്ല. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. ഇത്തവണ എക്കണോമിക്സ് പരീക്ഷ താരതമ്യേന നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അപേക്ഷിച്ച് താരതമ്യേന ഈസിയാണ്. എന്തുകൊണ്ട് ഈസി ആകുന്നു? ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇത്തവണ NDA സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വലിയൊരു പോയിന്റ് ആണ്. ഇത് ഓരോ പരീക്ഷ കഴിയും തോറും ഈ ഒരു കാര്യം എന്ത് ചെയ്യും, അടുത്ത പരീക്ഷയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. ഇപ്പൊ ഇത്തവണ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തു, കട്ട് ഓഫിന്റെ കാര്യത്തിൽ ഇത്തവണ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം തവണ ഒരുപാട് അപേക്ഷ വന്നിട്ടുണ്ട്. അതിൽ എത്രത്തോളം പേർ പങ്കെടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ കട്ട് ഓഫിന്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടൊരു കണക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആൻസർ കീ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പറയാം. എന്നാലും അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് അടുത്ത പരീക്ഷ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴ്സിന്റെ കാര്യത്തിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ നമ്മുടെ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കും, മറ്റതിലേക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനൊരു അവസരം ഉള്ളപ്പോൾ നിങ്ങൾ ആ ഒരു പരീക്ഷയെ പറ്റി ചിന്തിക്കേണ്ട. നമ്മൾ എന്താണോ ഏത് പരീക്ഷക്കാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷ, മറ്റത് നമ്മളില്ല, അത് നമുക്ക് വരണം. അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, നമുക്കുണ്ടാകുന്ന അവസരങ്ങൾ. ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് വിളിച്ചുകൂടാന്നില്ല. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് എയ്ഡഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് വേറൊരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് കോളേജുകളിലേക്ക് തന്നെ ഒരുപാട് ഒഴിവുകൾ വരാനുണ്ട്. പല സബ്ജക്റ്റുകൾക്കും ഒഴിവുകൾ വരാനുണ്ട്. പലയിടങ്ങളിലും നമുക്കറിയാം ഡെയിലി വേജസിനാണ് ടീച്ചേഴ്സ് വരുന്നത്. സോ അത്തരം കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ PSC ഒരു പക്ഷേ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് നെറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് വലിയൊരു അവസരമാണ്. പിന്നെ ഈ PhD എന്നൊക്കെ പറയുന്നത് അതിന്റെ മാറ്റങ്ങളൊക്കെ ഇപ്പൊ വന്നതാണ്. ഇപ്പൊ 4 ഇയർ ഡിഗ്രി അതൊക്കെ കഴിഞ്ഞ് വരേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ സമയം എടുക്കും. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ഈ PhD സ്കോർ വന്നു,
ശരിക്കും ഈ ഒരു പരീക്ഷ കഴിയുന്നതോട് കൂടിയിട്ടാണ് PhD സ്കോറിന്റെ ഒക്കെ ഒരു പ്രാധാന്യം വരുന്നത്. കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ പലർക്കും ആ സ്കോർ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അവസരങ്ങൾ നമ്മളെ കാത്തു നിൽക്കില്ല, പിന്നീട് അതിൽ ദുഃഖിച്ചൊരു കാര്യമില്ല. അപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ കഴിഞ്ഞ തവണ വിളിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പൊ അത്രയും ഗ്യാപ്പിലൊക്കെ വിളിക്കുന്ന സമയത്ത് ഇനി വിളിച്ചുകൂടാ എന്നില്ല. സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മുടെ പരീക്ഷ 2025 ജൂൺ എക്സാം ആണ്. അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ് വൈസ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വിശ്വാസം അർപ്പിക്കുക, നിങ്ങൾ ബാക്കിയെല്ലാം വിട്ടേക്കും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്തുക. അത് മാത്രം ഉണ്ടായാൽ മതി. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് കിട്ടിയ അതേ ഊർജ്ജം നിങ്ങൾ നാളെ നിലനിർത്തി പരീക്ഷ വരെ അത് നിലനിർത്തി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇങ്ങനൊരു ടോപ്പിക്ക് നോർമലി നമ്മൾ പറയേണ്ടതായിട്ട് വരാറില്ല, പക്ഷെ ഇത്തവണ മുതൽ ഒരുപാട് പേര് ഈ ഒരു രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഡിസംബർ ഡിസംബർ ഡിസംബർ. നമ്മുടെ അടുത്ത പരീക്ഷ ജൂൺ ആണ്. ആ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.